ഹലോ, വെൽക്കം ടു സിൻഡാ ബുട്ടി. ഇന്ന് കണ്ട വേറൊരു മാലയാണ് കേട്ടോ. കണ്ട കരിമണിമാലയുടെ ഒരു ബേസ് വരുന്നതാണ് കേട്ടോ. ഇതിനെ ക്ലോസിൽ കാണിച്ചത് ഇതാണ് അതിൻ്റെ ഒരു പെൻഡൻ പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ്, സ്റ്റോണാണ് സെൻറ്റർ പോർഷനിൽ ഒരു ബ്ലാക്ക് സ്റ്റോൺ കൊടുത്തിട്ട് മറ്റേതൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഇങ്ങനെ ഡയമണ്ട് കട്ടിൽ വരുന്ന ഇതില്ല, സ്റ്റോണില്ല, അങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ. രണ്ട് സൈഡിലും ചെറിയ ബ്ലാക്ക് ആ സ്റ്റോണൊക്കെ നമ്മൾ കവർ ചെയ്ത് നിൽക്കുന്ന ഇതാണ് കേട്ടോ. പിന്നെ ഇതേ കണ്ടല്ലേ, കരിമണിമാലയാണ് കേട്ടോ ബേസ് വരുന്നത്. ഇവിടെ ഒരു ഗോൾഡ് വരും, ഇതേ കണ്ടോ, ഇങ്ങനെ വരുന്നതാണ്ട. ഇതാണ് അതിൻ്റെ ആ ഒരു ചെയിൻ ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. പെൻഡൻറ്റ് ഇങ്ങനെ വരും. കണ്ടോ, പെൻഡൻറ്റിൻ്റെ പോർഷൻ കണ്ടോ. നമ്മൾ ഈ നോർത്തിലും ഇതൊക്കെ ഇങ്ങനെ ഹിന്ദുസൊക്കെ പറയും മംഗല്യസൂത്രം എന്ന് പറയില്ലേ, മംഗല്യസൂത്രം എന്ന് പറയും. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ യൂസ് ചെയ്യണത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മാലയായിട്ടാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് കേട്ടോ. കരിമണിമാലയിലാണ് അവർ ചെയ്യുക സാധാരണ. ഇതിൻ്റെ ഇപ്പോൾ ലെങ്ത്ത് വരുന്നത് എനിക്ക് വരുമ്പോൾ ഇത്രയായിട്ട് ഇങ്ങനെയാണ് നിൽക്കുക കേട്ടോ. എനിക്ക് ഇത്രയും വരാം. എനിക്ക് കുറച്ച് വണ്ണമൊക്കെയുള്ള ശരീരമായിരിക്കുമ്പോൾ കഴുത്തിനൊക്കെ വണ്ണം വരുമ്പോൾ ഇത്രയും വരും. അല്ലാത്തവർക്കൊക്കെ ഇതിൽ നിൽക്കും കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനത്തെ മാലയൊക്കെ യൂസ് ചെയ്യുന്നവരെ ഒരു കണ്ടില്ലേ, ഇടുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ നിൽക്കുവേ. ഒരു ബാക്ക് ചെയിനേ നമ്മൾ പെർമനൻ്റ് ആയിട്ടൊരു രണ്ട് ബാക്ക് ചെയിൻ വെച്ച് വെച്ചാൽ രണ്ട് സൈഡിൽ നമുക്ക് വെച്ച് നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്തിലിടാം അല്ലേ. ചിലർക്കൊക്കെ ഇത്രയൊക്കെ ലെങ്ത്തിലൊക്കെ ഇടുന്നതും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കത് നമ്മൾ സ്ഥിരമായിട്ട് രണ്ട് ബാക്ക് ചെയിൻ മേടിച്ച് വെച്ച് രണ്ട് സൈഡിലും കൂടെ അറ്റാച്ച് ചെയ്ത് എല്ലാ മാലയ്ക്കും മാറി മാറി ഇടാൻ പറ്റാവുന്ന രീതിയിൽ ബാക്ക് ചെയിൻ മേടിച്ച് വെച്ചാലേ രണ്ട് ബാക്ക് ചെയിൻ ആകെ ചെറിയൊരു ലെങ്ത്തിൽ മേടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് മാറി മാറി യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ്, അല്ലാതെ എല്ലാ മാലയ്ക്കും ഇങ്ങനെ ബാക്ക് ചെയിൻ മേടിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് ചെയിൻ മേടിച്ച് വയ്ക്കും. അപ്പോൾ അതെല്ലാത്തിനും മാറി മാറി യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല കുറച്ച് വണ്ണമൊക്കെ നല്ലൊരു കളറൊക്കെ ഉള്ള അങ്ങനത്തെ ഒക്കെ അത്യാവശ്യം ഇത്രയും ലെങ്ത്തിൽ എടുക്കും കേട്ടോ. എനിക്കായതുകൊണ്ട് ഇങ്ങനെ ഇത്രയും കുറച്ചൊക്കെ വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് കഴുത്തിൻ്റെ ഇതിൽ അങ്ങനെയായി നിൽക്കണതാണ് കേട്ടോ. അല്ലാത്തവർക്കാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുവേ. ഇതേ കണ്ടോ, ആ പെൻഡൻറ്റിൻ്റെ ആ ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വന്ന് വാങ്ങിക്കുക. കാരണം മാലയാണ് കൈ കിട്ടുമ്പോൾ അത് ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ എന്നൊക്കെ. ഇപ്പം ഞാനും ഓൺലൈൻ തന്നെയാണ് ബുക്ക് ചെയ്യണത്. പക്ഷെ നമ്മളത് അങ്ങനെ അവരെത്രയും നമ്മളോട് ഒന്നും കൂടെ ഫോട്ടോ അയച്ചെന്ന് കൺഫേം ചെയ്തിട്ട് പിന്നെ നമുക്കത് ഞാൻ വിചാരിച്ചതല്ലല്ലോ എന്നും പറഞ്ഞ് മടക്കാനൊന്നും നമുക്ക് പറ്റില്ല. അവരെന്തെങ്കിലും ഡാമേജിലാണ് നമ്മളോട് മടക്കാൻ പറയുന്നുള്ളൂ. അവരതും പറയുന്നുണ്ട്, ഞങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. ഡാമേജ് വരാൻ വഴിയില്ല. എന്നാലും എന്തെങ്കിലും അത്ര മേജർ ഡാമേജിന് പോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് കൊറിയറിലാണല്ലോ ഇതൊക്കെ വരണത്. അകലേന്നാണ് വരണേ കേട്ടോ. ഹൈദരാബാദ്, പേളിൻ്റെ ഒക്കെ ഹൈദരാബാദ് അങ്ങനെ ബേസ് ചെയ്താൽ വരുന്നത്, ചിലതൊക്കെ ഡൽഹി ബേസ് ചെയ്താൽ വരുന്നത്. അപ്പോൾ അകലേന്ന് വരുന്നതിൻ്റെ ഒരു ഇനി കൊറിയറിൽ എന്തെങ്കിലും അവർ അതേപോലത്തെ പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഒന്നും പൊട്ടാനും എറിഞ്ഞാൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടില്ല, അങ്ങനത്തെ പാക്കിങ്ങിലൊക്കെ വരണം. എന്നാലും അവർ പറയണത് ഇനി ഡാമേജ് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് ഡാമേജിൻ്റെ കാര്യം പറഞ്ഞ് മടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മാക്സിമം ഇതേ കണ്ടോ, മേലെ പെൻഡൻറ്റിൻ്റെ ഒരു ഭാഗം കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ എല്ലാവരും ഒരു ട്രെൻഡല്ലേ നമ്മളിങ്ങനത്തെ മാലകളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ പൊതുവെ ഇങ്ങനത്തെ ഒരു ട്രെൻഡാണ്. സാരി എടുക്കുന്നവർ ഗോൾഡാകുമ്പോൾ നമ്മളെന്നും ഒരേ പാറ്റേൺ ഒരേ മാല തന്നെയൊക്കെയല്ലേ വെയർ ചെയ്യണത്. എന്നൊന്നും ഫംഗ്ഷനുകളും ഒരു കല്യാണത്തിന് 4 പരിപാടിയാണ് ഇപ്പോൾ. അപ്പോൾ ഓരോ ദിവസം മാറി മാറിയൊക്കെ യൂസ് ചെയ്യാൻ ഗോൾഡ് തന്നെ ഇങ്ങനെ വാങ്ങിച്ച് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അത് ഇമ്പോസിബിളാണ്. അപ്പോൾ ഇങ്ങനത്തെ മാലകളൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ, ഒരു ട്രെൻഡ് ആയതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതേ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് ലെങ്ത്തിലുണ്ടെങ്കിൽ ഒരു ബാക്ക് ചെയിൻ മേടിച്ച് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്താൽ മതിയേ. 600 റുപ്പീസാണ്. അത് 600 രൂപയാണ് കേട്ടോ അതിൻ്റെ വില വരണത്. ഇതേ ഇഷ്ടമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് ഒന്നും കൂടെയൊക്കെ നോക്കി ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ കിട്ടുന്നപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കൊറിയർ ചെയ്യാം, പിന്നെ റിട്ടേൺ എടുക്കില്ല കേട്ടോ. കാരണം മാലയുടെ കാര്യമാണേ. നിങ്ങളെ കൈക്കിട്ട് പൊട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് മാല കേട്ടോ. മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാന്നൊക്കെ നല്ല പെൻഡൻ്റ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞത് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല. അത്രയും പ്ലേറ്റഡാണ്, ഗോൾഡ് പ്ലേറ്റഡാണ് മാല വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ തന്നെ, ഓക്കെ കേട്ടോ. എല്ലാവരും പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു അടുത്തൊരു സംരംഭം തുടങ്ങിയേക്കണത് തന്നെ കേട്ടോ. അപ്പോൾ
എല്ലാവരും ഒരു സപ്പോർട്ട് വേണം കേട്ടോ. ഈ കാര്യത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ ഒരു സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ എന്നാൽ, അപ്പോൾ എന്നാൽ താങ്ക് യു.